ഏഴഴകിൽ 5 സ്മോൾ ക്യാപ്പ് എന്നുള്ള ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. സോ ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം, രണ്ടാമത് സ്റ്റഡി ചെയ്യണം. സോ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. സോ ഇത് സ്മോൾ ക്യാപ്പാണ്, ട്രേഡ് ചെയ്യാൻ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഡ്രോ ഡൗൺ വന്നാൽ 50-60% ഡ്രോ ഡൗൺ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല സ്റ്റോക്ക് പോലും പറയുന്ന എല്ലാ നല്ല സ്റ്റോക്കും കയറി പോകണമെന്നില്ല, എല്ലാ മോശം സ്റ്റോക്കും താഴെ പോകണമെന്നില്ല. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോയിൻറ്റ്സാണ് ഇതൊക്കെ നിങ്ങളോട് തന്നെ. അതുകൊണ്ട് ആരും ഒരു കാരണവശാലും ഇതൊക്കെ ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കാൻ പാടില്ല. ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയലായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ശരിക്കും എങ്ങനെയാണ് ഈ സ്റ്റോക്കൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഈ സ്റ്റോക്കൊക്കെ എങ്ങനെയാണ് ആ മുകളിലേക്ക് പോകുന്നോ അല്ല താഴത്തേക്ക് പോകുന്നോ, എങ്ങനെ കറക്ഷൻ സംഭവിക്കുന്നോ, അത് എസ്കലേഷൻ സംഭവിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും നിങ്ങൾ ഈ സ്റ്റോക്ക് ഇതിൻ്റെ അകത്തുള്ള 4-5 സ്റ്റോക്ക് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫണ്ട് അനാലിസിസ് നിങ്ങൾ നടത്തുക. ശരിക്കും ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും പോയിൻറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും, ഇന്ന പോയിൻറ്റ് മിസ്സായിപ്പോയി, ചിലപ്പോൾ വാലിഡ് പോയിൻ്റ് ആയിരിക്കും എനിക്ക് മിസ്സായി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാളെ രാത്രിയിലത്തെ സൂം മീറ്റിങ്ങിൻ്റെ, അതായത് 5 മെയ് 2023 വെള്ളിയാഴ്ച 9 മണിക്കാണ് രാത്രി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ലത് എന്ന് തോന്നിയ ഏതാനും സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ ആണ്, റിസൾട്ട്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കാരണവശാലും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. ഈ റിസൾട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുക. റിസൾട്ട് ഇടുന്ന എല്ലാ നല്ല സ്റ്റോക്കുകളും അല്ല എല്ലാ നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളും കയറുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുപോലെ തന്നെ മോശം റിസൾട്ട് വന്ന സ്റ്റോക്കുകൾ താഴെപ്പോകുന്നുള്ളതിനും യാതൊരു മുൻവിധികളില്ല. ശരിക്കും സോ നിങ്ങൾ ഇതൊക്കെ ഒരു ലേണിംഗ് ഇൻപുട്ടായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ഓരോ കമ്പനികളും കണ്ടതിന് ശേഷം അതിൻ്റെ ഫിഗേഴ്സ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എനിക്കും എടുത്ത് ടൈപ്പ് ചെയ്യാൻ നേരത്തൊക്കെ ധാരാളം ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ശരിക്കും സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. റിസൾട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് കമ്പനി ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസസ് ആണ്. ഈ കമ്പനി US-ലുണ്ട്, യൂറോപ്പിലുണ്ട്, ജപ്പാൻ, റഷ്യ, ബ്രസീൽ, സൗത്ത് കൊറിയ, തൈവാൻ, കാനഡ, ചൈന ആൻഡ് ഓസ്ട്രേലിയ ഇത്രയും കൺട്രിയിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. സോ യാസി രാജ്വി എന്ന് പറയുന്ന കമ്പനിയുടെ MD-യുടെ ഒരു മെസ്സേജ് ആണുള്ളത്. സോ ഓപ്പറേഷൻസ് അദ്ദേഹം പറയുന്ന 621 ക്രോസിൽ നിന്നും ഗ്രൂ ബൈ 15% സ്വീക്കൻഡൽ ബേസിസ് ആൻഡ് 21% ഇയർ ഓൺ ഇയർ. നോക്കണം, റവന്യൂ 6113 മില്യൺസ് ആയി. ശരിക്കും മില്യൺസിലാണ് പറയുന്നത്. സോ 20.9% ആണ് YOY ഗ്രോത്ത്, 14.9% ആണ് ക്വാർട്ടർ ഗ്രോത്ത്. എബിട്ട 2093, അത് 42.1% ആണ് ഇയർ ഓൺ ഇയർ വന്നിരിക്കുന്നത് വ്യത്യാസം. ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇൻ മില്യൺസ് 1464, 48% ആണ് YOY വ്യത്യാസം വന്നിരിക്കുന്നത്. സോ റെക്കോർഡ് ഗ്രോത്ത് ആണ് കമ്പനിയെ സംബന്ധിച്ച്. എക്സ്റ്റേണൽ ബിസിനസ് കണ്ടിന്യൂസ് ടു സീ സ്ട്രോങ് മൊമെന്റം, growing by 19% YOY. So excellent margins ആണ്. Gross margins continue to remain resilient at 54.9%, up by 385 BPS quarter on quarter and 450 BPS YOY. Driven by higher CDMO contribution, better products mix, PLA scheme benefit and lower input cost. ഇൻപുട്ട് കോസ്റ്റ് കുറഞ്ഞു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഫാമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. കാരണം ഫാമയാണ് കഴിഞ്ഞ 1.5 കൊല്ലം കൂടെ ഏറ്റവും കൂടെ താഴെ പോയി ഇൻഡസ്ട്രിയിൽ നിന്ന്, ബിക്കോസ് ഓഫ് ഇൻപുട്ട് കോസ്റ്റിന്റെ എസ്കലേഷനും ട്രാൻസ്പോർട്ടേഷൻ എസ്കലേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടർ മുതലൊക്കെ ഫാമ കമ്പനീസ് നല്ല റിസൾട്ട് ഒരുപക്ഷെ കാഴ്ചവെച്ചേക്കാം എന്നുള്ള നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ്. ശരിക്കും EBITDA margin at 33.7%, up by 560 sequential and 500 BPS year on year, mainly due to higher gross margin and lower operating cost. പെർഫോമൻസിലേക്ക് കിടക്കാം. റവന്യൂ 6213 ഇൻ മില്യൺസ്, എബിട്ട 2093, പ്രീവിയസ് എത്രയായിരുന്നു 1521 ആയിരുന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1464, 1050 എന്നാണ് 1464 ആയത്. ദാറ്റ് മീൻസ് 19.4% നിന്ന് 23.6% ആയി. ഏർണിംഗ്സ് പെർ ഷെയർ 8.57 നിന്നും 11.94 ആയി. ശരിക്കും രണ്ട് ഇയർ തമ്മിൽ കമ്പാരിസൺ കൊടുത്തിട്ട് തൊട്ട് താഴെ ഫിനാൻഷ്യൽ ഇയർ 2022 21,232 ആയിരുന്നു റവന്യൂ ഇൻ മില്യൺസ് ആൻഡ് 21,612 ആയി. ശരിക്കും എബിട്ട 6308 മില്യൺ നിന്നും 6712 മില്യൺ ആയി. PAT എന്ന് പറയുന്നത് 4187 നിന്നും 4670 ആയി. ആൻഡ് EPS 35.6 നിന്നും 38.1 ആയിട്ട് മാറി. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ പറയണ്ടേ Q4
അതുപോലെ തന്നെ 2022 വേഴ്സസ് 2023. തന്നെ P&L ഹൈലൈറ്റ്സ് Q4 ആൻഡ് 2022-23 ആണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും. സോ 22-23 നോക്കാൻ നേരത്ത് എബിറ്റയിൽ 29.7% 31.1% ആയി. നെറ്റ് മാർജിൻസ് 90.7 നിന്ന് 21.6% ആയി ശരിക്കും. ഫിനാൻഷ്യൽ പെർഫോമൻസ് ട്രാക്ക് റിക്കാർഡ് നോക്കൂ. റവന്യൂ, എബിറ്റ, PAT, EPS. EPS ഒക്കെ കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ് അല്ലേ. 19-ൽ 27, 2020-ൽ 29, 32, 35, 38. ഇറ്റ്സ് ഗ്രോയിങ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് ശരിക്കും EPS കാണിക്കുന്നത്. അടുത്ത കമ്പനി മോൾടെക്സ് ടെക്നോളജി ആണ് ശരിക്കും. ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് എന്ന് പറയാവുന്ന ഒരു റിസൾട്ടാണ്. ഇറ്റ്സ് വൺ ഓഫ് ദിസ് എന്താ പറയുക സ്കിൻറ്റിലേറ്റിംഗ് റിസൾട്ട് എന്ന് പറയാം റിസൾട്ടിനെ കുറിച്ച്. വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ട്. മോൾടെക്കിന്റെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ഡീറ്റെയിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ സ്ക്രീനറിൽ പോയി ഫിഗേഴ്സ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മോൾടെക്കിന്റെ P&L അക്കൗണ്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാർച്ച് 2020-ൽ 20 കോടി, 21-ൽ 15 കോടി, പിന്നെ 20 കോടി, ഇത്തവണ 42 കോടി ശരിക്കും. OPM പെർസെൻറ്റേജ് 20% 29% ആയി. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 18 ക്രോസിൽ നിന്നും 39 ക്രോസ് ആയി. സ്റ്റെല്ലർ പെർഫോമൻസ് ആണല്ലേ. നെറ്റ് പ്രോഫിറ്റ് 13 കോടിയിൽ നിന്നും 29 കോടിയായി. EPS 4.71 റുപ്പീസിൽ നിന്നും 10.36 ആയി ശരിക്കും. ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് ആണ് ഫാന്റാസ്റ്റിക്. റിസർവ് 2022-ലെ 67 കോടി എന്നുള്ളത് 98 കോടിയായി. ആൻഡ് ബോറോയിങ്സ് 6 കോടി എന്നുള്ളത് ജസ്റ്റ് 7 കോടിയായിട്ടുള്ളൂ. അതർ ലയബിലിറ്റി 12 കോടി എന്നുള്ള 18 കോടിയായി ശരിക്കും. ഫിക്സഡ് അസറ്റ് 25 ക്രോസിൽ നിന്നും 35 ക്രോസ് ആയി. ഇൻവെസ്റ്റ്മെന്റ് 12-ൽ നിന്നും 15 ആയി. അതർ അസറ്റ്സ് 54-ൽ നിന്നും 80 ആയി ശരിക്കും. ടോട്ടൽ നോക്കാൻ നേരത്തെ അടുത്ത കമ്പനി സുല വൈൻ യാർഡ്സ് എന്ന കമ്പനിയാണ്. സോ ഇതിനും ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നമ്മുടെ കയ്യിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീനർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിട്ടിക്കൽ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ 2022 മാർച്ചിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 26 കോടിയായിരുന്നു. ദാറ്റ് മീൻസ് ഡിസംബറിൽ 54 കോടി എന്നുള്ളത് 26 ആയിട്ട് കുറഞ്ഞു. ഈ ഡിസംബറിൽ നോക്കുമ്പോൾ 62 എന്നുള്ളത് 32 ആയിട്ട് കുറഞ്ഞു. ഇതിന്റെ അർത്ഥം 2022 മാർച്ചിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവായിരുന്നു, 2023 മാർച്ചിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവായിരുന്നു. മേ ബി ഒരു സീസണിലായിട്ടുള്ള എന്താ പറയണ്ടേ ഒരു ഹാർവെസ്റ്റിംഗിന്റെ ഒരു ഡിഫറൻസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കുറവ്. കമ്പനിയുടെ P&L അക്കൗണ്ട് നോക്കാം. 107 കോടിയിൽ നിന്നാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 156 കോടിയത്. 50% ഗ്രോത്ത് ആണ്. ആൻഡ് എക്സ്പാൻഷൻ 27% നിന്ന് 32% മാറി. നെറ്റ് പ്രോഫിറ്റ് 49 കോടിയിൽ നിന്നും 88 കോടിയായി. ആൻഡ് EPS 6 രൂപ 22 പൈസയിൽ നിന്നും 10 രൂപ 48 പൈസയായിട്ട് കുതിച്ചുയരുന്നെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് നോക്കുക. റിസർവ് 399 കോടിയിൽ നിന്നും 539 കോടി, 140 കോടിയാണ് റിസർവ് വ്യത്യാസം വന്നത്. സംതിങ് അറൗണ്ട് അല്ലെ 40% റിസർവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ബോറോയിങ് 226 ക്രോസിൽ നിന്നും 192 ക്രോസ് ആയിട്ട് കുറഞ്ഞു ശരിക്കും. ബാലൻസ് ഷീറ്റ് ലൈറ്റ് ആകാൻ തുടങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും. ജ്യോതി ലാബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് ജ്യോതി ലാബ്. ജ്യോതി ലാബിന്റെ പെർഫോമൻസ് ആണ്. Jyoti Labs delivered a top line growth of 13.2% for the year and EBITDA grew by 27.2%. Market achievements of distribution across 1.1 million direct reach. Revenue at 6.7 crores, 12.8% ആണ് Q4-ൽ വ്യത്യാസം വന്നത്. Gross margin at 45.7%, 41.4%. Operating EBITDA 14.8% versus 10.5% same period last year. And increased by 59.4%. Profit after tax 59.3 crores as against 36.9 crores same period last year, up by 60.4%. In financial 23 snapshot on revenue 13.2% growth, gross margin 42.3% from 41.6%. Operating EBITDA 12.7% versus 11.3%. Same period last year. അതുകൊണ്ട് നോക്കാൻ നേരത്തെ ഇൻക്രീസ് 27.2%. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 219 കോടിയായി ശരിക്കും. ഇവിടുന്ന് 159 കോടിയിൽ നിന്നും ആൻഡ് ഇൻക്രീസ് ബൈ 50.7%. നിൽ ഗ്രോസ് ഡെപ്റ്റ് ആസ് ഓൺ March 31, 2023. നെറ്റ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 283 ക്രോസ് ആണ്. ഇതാണ് ക്വാർട്ടറിന്റെ അതുപോലെ തന്നെ ഇയർ എൻഡിങ്ങിന്റെ സ്നാപ്ഷോട്ട് ആണ് ശരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
എന്തുമാത്രം കമ്പനിയുടെ പെർഫോമൻസ്. അതും കഴിഞ്ഞ് 1 ഇയർ ഏറ്റവും കൂടുതൽ പ്രഷറായിട്ടുള്ള അല്ലേ എല്ലാ കമ്പനികളും ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ കോസ്റ്റിന്റെ പുറത്ത് ട്രാൻസ്പോർട്ടേഷന്റെ പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്ത ഇയറിലാണ് ബെസ്റ്റ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുന്നത്. ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് നെറ്റ് വർത്ത് നോക്കുക 1544 നിന്നും 1549. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ 20 13 ദിവസമായിട്ട് കുറഞ്ഞു. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.09 നിന്നും 0 ആയി. റിട്ടേൺ ഓൺ ഇക്വിറ്റി 31.4%. അടുത്ത കമ്പനി സിഗ്നിറ്റി ടെക്നോളജീസ്. സ്റ്റെല്ലർ പെർഫോമൻസ്, ഫാന്റാസ്റ്റിക് പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനിയാണ് ഈ കഴിഞ്ഞ കൊല്ലം. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 424.97 കോടി എഗൻസ്റ്റ് 344 കോടി. കറസ്പോണ്ടിങ് ക്വാർട്ടർ ടു Q4 ഫിനാൻഷ്യൽ ഇയർ 2022 ഫിഗർ തമ്മിൽ കമ്പാരിസൺ ആണ് പറഞ്ഞത്. എബിറ്റ ഫോർ ദ മാർച്ച് ക്വാർട്ടർ 16.1%, അപ്പ് ബൈ 109.6% ആണ് കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തെ. ദി കമ്പനി ഡ്യൂറിംഗ് ദി ക്വാർട്ടർ ഹാസ് 112 ന്യൂ ക്ലയൻസ് ആണ് ശരിക്കും. ടോട്ടൽ റവന്യൂ 1647 ഹോൾ ഫിനാൻഷ്യൽ ഇയറിൽ 32.7% ഇൻക്രീസ് ആണ് ടോട്ടൽ റവന്യൂവിൽ വന്നിരിക്കുന്നത്. EBITDA and net profit for the year 237.7 CR and net profit 168.32 crores. Increase നോക്കണം. EBITDA is increased by 83.9%. Net profit has increased by 83.5% over the previous year. Excellent growth ആണ് കമ്പനി കൊടുത്തത് ശരിക്കും. 4000 plus signatories ആണ് വർക്ക് ചെയ്യുന്നത്. 9 offices in 9 countries, 10 plus delivery locations, 230 plus active clients. അവത്തിൽ 50 clients Fortune 500 clients ആണ് across world. See how beautifully company is managing. Revenue quarter to quarter 427.99 CR നിന്നും ഒരു 3 കോടിയുടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ക്വാർട്ടറിൽ 3 കോടി കുറഞ്ഞിട്ടുണ്ട് ശരി. അത് ക്വാർട്ടർ ടു ക്വാർട്ടർ ആണ്, Q4 ആണ് പറയുന്നത്. പക്ഷെ ഇയർ ഓൺ ഇയർ നോക്ക് 1241.80 നിന്നും 1647 കോടിയായി ശരിക്കും 32.7% ആണ് ഇയർ ഓൺ ഇയർ വ്യത്യാസം വന്നിരിക്കുന്നത്. ക്ലൈന്റ് കോൺട്രിബ്യൂഷൻ, എക്സലന്റ് ക്ലൈന്റ് കോൺട്രിബ്യൂഷൻ. ടോപ്പ് 20 ക്ലയൻസിന്റെ കോൺട്രിബ്യൂഷൻ നോക്കൂ നിങ്ങൾ. ആക്റ്റീവ് ക്ലയൻസ് ആൻഡ് ന്യൂ ക്ലയൻസ് ആക്ച്വലി. നമ്പർ ഓഫ് ക്ലയൻസ് ആഡഡ് Q1 13, Q2 9, Q3 13, Q4 12 ആണ് ശരിക്കും. 47 ക്ലയൻസിനാണ് അവർ കഴിഞ്ഞ കൊല്ലം ആഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും. ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ആണ് കാണിക്കുന്നത്. സോ Q4 ഫിനാൻഷ്യൽ ഇയർ 22, Q4 ഫിനാൻഷ്യൽ ഇയർ 23 ആൻഡ് Q3 ഫിനാൻഷ്യൽ ഇയർ 23 തമ്മിലുള്ള കമ്പാരിസൺ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും. ഹൗ ദി കമ്പനി ഈസ് പെർഫോമിങ്. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ജ്യോതി ലാബ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും ചലഞ്ചിങ് എൻവയറിൽ നിന്നുകൊണ്ടാണ് അമേസിംഗ് റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്നത് ശരിക്കും. ക്യാഷ് ഫ്ലോ, സീ ദി ക്യാഷ് ഫ്ലോ. ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് 1440 million എഗൻസ്റ്റ് 176 ആണ് ശരിക്കും. 1440 million എഗൻസ്റ്റ് 176 million ശരിക്കും. സോ 4.4 കോടി വെസസ് 1.66 crores ശരിക്കും. ക്യാഷ് ജനറേഷൻ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് അറ്റ് ഹെൽത്തി ലെവൽസിൽ 1.92 million. So EBITDA was 23.77 versus 12.94 and free cash flow to EBITDA conversion 61% against 14%. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ലേണിംഗ് മെറ്റീരിയലായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ, സ്റ്റഡി മെറ്റീരിയലായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക. എനിക്കും ധാരാളം മിസ്റ്റേക്ക് സംഭവിക്കാം. നിങ്ങളത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. എനിക്കും കൂടെ അത് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ശരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.